ഹലോ മക്കളെ, റീജിയണൽ ആസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു മൂവ്മെൻ്റ് ആണ്. എങ്ങോട്ടാണ് ഇവരിത് നടത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ, പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് ഈ ഒരു മൂവ്മെൻറ്റ് നടത്തിയത്. പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൽ ഒരുപാട് തീവ്രവാദികളൊക്കെ ഒളിച്ചു താമസിക്കുകയും അതിനെ തുടർന്ന് നമ്മുടെ പഞ്ചാബിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുകയൊക്കെ ചെയ്തു. സോ ഇവരെ അവിടുന്ന് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഫ്ലഷ് ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു എയിമുമായിട്ടാണ് ഇന്ത്യൻ മിലിറ്ററി ഈ ഒരു മൂവ്മെന്റ് നടത്തിയത്. ആരുടെ നിർദ്ദേശത്തിനെ തുടർന്നാണ്, ആരുടെ ഓർഡറിനെ തുടർന്നാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ. അങ്ങനെ ഈ ഒരു മൂവ്മെന്റ്, അതായത് ഈ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തു? അവർ വിജയിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് സിഖ് കമ്മ്യൂണിറ്റിയുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. സോ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ റിലീജിയസ് ഫെയ്ത്തിനെ അവരെന്ത് ചെയ്തു? നമ്മൾ ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം, എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ സിഖ് കമ്മ്യൂണിറ്റി നോർത്ത് ഏരിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിലൂടെ. ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് മരിച്ചത്? ഇന്ദിരാഗാന്ധിയുടെ ബോഡി ഗാർഡ് തന്നെ അവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാണ്? നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയാണ്. എല്ലാവരും രാജ്യം ഒന്നാകെ സിഖ് കമ്മ്യൂണിറ്റിക്കെതിരെ തിരിയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എവിടെയും ഒരു സമാധാനമില്ല എന്നൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് നമുക്കൊരു സമാധാനത്തിലേക്ക് എത്തണ്ടേ? അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നതാണ് റോഡ് ടു പീസ്, സമാധാനത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം, അഥവാ നമ്മൾ കൊലപാതകം എന്ന് പറയലേ, അതിനുശേഷം ആര് അധികാരത്തിൽ വരുന്നു? നമ്മുടെ രാജീവ് ഗാന്ധി അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നിട്ട് ആദ്യം ചെയ്തെന്താണ്? പഞ്ചാബിലെ അകാലിദളിലെ ലീഡറായ ഹരിചന്ദ് സിംഗ് ലോങ്വാളുമായിട്ട് ഒരു സംഭാഷണത്തിനിരിക്കുന്നു. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചർച്ചകളൊക്കെ നടത്തുന്നു. കുറച്ച് എഗ്രിമെന്റിലൊക്കെ ഒപ്പിടാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ നടന്ന ഈ ഒരു എഗ്രിമെന്റ് സമാധാന കരാർ എന്ന പേരിലും പീസ് എഗ്രിമെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? പഞ്ചാബ് അക്കോർഡ് അഥവാ രാജീവ് ഗാന്ധി ലോങ്വാൾ അക്കോർഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ളത്? അത് നമുക്ക് നോക്കിയാലോ. ഒന്നാമതായിട്ട് പഞ്ചാബിന് പൂർണ്ണമായിട്ടും ചണ്ഡീഗഡ് വിട്ടുകൊടുക്കണം. അതേപോലെ തന്നെ പഞ്ചാബിലെയും ഹരിയാനയ്ക്കും ഇടയിലുള്ള അതിർത്തി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ ഏർപ്പാടാക്കണം എന്ന് പറഞ്ഞു. രവി ബീസ് നദികളിലെ വെള്ളത്തിന് ചൊല്ലി, അതായത് നദീജലത്തെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ പഞ്ചാബും ഹരിയാനയും രാജസ്ഥാനും തമ്മിലുണ്ടായിരുന്നു. സോ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യണമെന്നും പറഞ്ഞു. പഞ്ചാബിലുണ്ടായിരുന്ന ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് എന്ത് ചെയ്യണം? വിഡ്രോ ചെയ്യണമെന്നും പറഞ്ഞു. ഇതുകൂടാതെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ തുടർന്ന് ഒരുപാട് പേർക്ക് അതിൽ അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിനൊക്കെ അവർക്ക് എന്ത് ചെയ്യണം? കോമ്പൻസേഷൻ കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രാജീവ് ഗാന്ധി ലോങ്വാൾ അക്കോർഡിൽ ഉണ്ടായത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മക്കൾക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dear.